രാഹുലെ CPIയുടെ പുതിയൊരു കണ്ടെത്തലാണ്. അതായത് ഇടത് അനുഭാവികളുടെ മടുപ്പും അല്ലെങ്കിൽ 10 വർഷത്തെ ഭരണവും ഈ ജനങ്ങളെ സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ നിന്നും പിന്നോട്ടടിച്ചു എന്നത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ. ഇടതുപക്ഷത്തെ വെറുക്കുന്ന ആരാണ്? ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോൾ CPI പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് CPIക്ക് എന്ത് പ്രാതിനിധ്യമാണ് കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ CPI ഇടതുപക്ഷ സംഘടനയിലെ രണ്ടാമത്തെ കക്ഷിയാണ്, പ്രമുഖ കക്ഷിയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് CPIയേക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ അവസാനം എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ PMCയുടെ വിഷയത്തിൽ പോലും CPI പറയുന്നത് കേൾക്കാനോ ബാക്കിയുള്ള മുന്നണികൾ പറയുന്നത് കേൾക്കാനോ CPM തയ്യാറായില്ല. അവർ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടത്തിനാണ് മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPI അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. വസ്തുത ഇതായിരിക്കെ ഈ നമ്മുടെ SIRനെയും പഴി ചാരുന്നുണ്ട് CPI. അതായത് വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും 90% വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും കേരളത്തിലേക്ക് വരുമ്പോൾ അത് 80% എന്നാണ് പറയുന്നത്. അത് വോട്ട് ശതമാനത്തിൽ ഇടിവ് സംഭവിച്ചതും ഈ ഇടത് പാളയത്തിൽ തന്നെയുള്ള വിവിധ പ്രശ്നങ്ങളുണ്ടല്ലോ, ആഭ്യന്തര കലാപങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഈ ഒരു പരാജയത്തെ ഒരുപാട് കാരണമാക്കി അല്ലെങ്കിൽ പരാജയത്തിന്റെ മൂല കാരണമായി എന്നാണ് CPI വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പരാജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് SIR മാത്രമല്ല. ഇപ്പോൾ SIR എന്ന് പറയുന്നത് ഇപ്പോൾ രാജ്യത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിലപാടുകൾ എപ്പോഴും വെള്ളം ചേർക്കുന്നൊരു സ്വഭാവമായിരുന്നു CPMന് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുണ്ടായിരുന്നത്. അവരെടുത്തിട്ടുള്ള ഓരോ നിലപാടുകളും എന്തൊക്കെയായിരുന്നു? PMCയുടെ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ ഓരോ നേതൃത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവരെടുത്തുള്ള നിലപാടുകൾ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കെടുത്ത് വെച്ച് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പിന് ശേഷം MA ബേബി എന്താണ് പറഞ്ഞത്? എല്ലാ അണികൾക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും, എല്ലാവരും തുറന്നു പറയണം. MV ഗോവിന്ദനും അത് തന്നെയാണ് പറഞ്ഞത്. അല്ല, അത് എല്ലാവരെയും കേൾക്കും, തിരുത്തും. ശരി, ഇതെല്ലാം പറഞ്ഞു. ഇത് പറഞ്ഞ് തളിപ്പറമ്പിൽ പാർട്ടിക്കെതിരെ പ്രചരണങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയെ വിമർശിച്ച ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചല്ലോ. അവരെ തരം താഴ്ന്ന നടപടി എടുത്തു. എന്തിനാണ്? തളിപ്പറമ്പിൽ ഗോവിന്ദ മാഷിന്റെ ഭാര്യ മത്സരിക്കുന്നത് എതിർത്തത്, അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ അവർക്കെതിരെ പാർട്ടി നടപടി. അപ്പോൾ നമ്മൾ മറ്റേ സിനിമാ നടനുണ്ടല്ലോ, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചീറ്റിംഗ് സ്റ്റാർ വിജയകുമാർ. അപ്പോൾ വിജയകുമാറിനെ പോലെയാണ് MA ബേബി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം MA ബേബി ഒരു നിലപാട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിയെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്, നിങ്ങൾ എല്ലാവരും പാർട്ടിയെ വിമർശിക്കണം. ഇത് കേട്ടുകൊണ്ട് കുറച്ച് അടികൾ വന്നിട്ട് തളിപ്പറമ്പിൽ വന്നിട്ട് പാർട്ടിയെ വിമർശിച്ചു. അപ്പോൾ എന്താണ്? അങ്ങനെ പാർട്ടിയെ വിമർശിക്കാനുള്ള അധികാരമൊന്നും ആർക്കും തന്നിട്ടില്ല. നിങ്ങളൊക്കെ അവിടെ കുറച്ച് ഒതുങ്ങിയിരി, നടപടി ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്നുണ്ട്, ഞങ്ങൾ വിമർശിച്ചോളാം, നിങ്ങൾ ആരും വിമർശിക്കണ്ട. ഈ ഒരു രീതിയാണ് നമ്മുടെ, ആ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ MA ബേബിയെ പോലും കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം പറയും, പുരോഗമനപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷെ അത് നടപ്പിലാക്കാൻ പോയി കഴിഞ്ഞാലോ അവർക്കെതിരെ നടപടിയായിരിക്കും. ഇതാണ് CPM പാർട്ടി ഈ 10 വർഷക്കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? പാർട്ടി സെക്രട്ടറിയുടെ ഒറ്റൊരു നിലപാട് കൊണ്ടാണ് ഈ പാർട്ടി തോറ്റത് എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ചിരി മാത്രമായിരുന്നു പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു അവലോകനവും അതിൻ്റെതായിട്ടുള്ള കുറച്ച് തത്വങ്ങളും. അവലോകനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കോ. ഏതെങ്കിലും ഒരു വിഷയം പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചിരിയാണ്. ഇപ്പോൾ നമ്മൾ അമ്പലപ്പുഴ സുധാകരൻ്റെ കാര്യം. സുധാകരൻ പാർട്ടി വിടുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് പാർട്ടി സെക്രട്ടറി പറയാനുള്ളത്? സുധാകരൻ 2 ചിരി, അവിടെ കഴിഞ്ഞു. ഈ ഒരു പുച്ഛമാണ്. ഇപ്പോൾ തളിപ്പറമ്പിലെ വിഷയം, അങ്ങനെ ഭാര്യ മത്സരിക്കുന്നു, അത് വിവാദമാകില്ലേ? എൻ്റെ ഭാര്യയോ? 2 ചിരി, കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വിഷയം, ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം, കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ശരിയല്ലേ? കുഞ്ഞികൃഷ്ണനോ അതാരാ? എന്നിട്ട് 2 ചിരി. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും, ഇപ്പോൾ എന്തുകൊണ്ട് ശബരിമലയിൽ നിങ്ങൾ പരിപാടി നടത്തുമ്പോൾ ആള് വന്നില്ലെന്നോ? എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന കസേരയല്ല ആണ്. ഇവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതെല്ലാം എയുടെ മണ്ടയിലേക്ക് അടിച്ചേൽപ്പിക്കുക, ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ചിരിച്ച് തള്ളിക്കളയുക. ഈ ഒറ്റ ചിരിയിൽ എത്ര വോട്ടാണ് പോയത്? ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യം പറയുമ്പോൾ അപ്പോഴും ചിരിയാണ്. ഈ ചിരി കാരണം എത്ര വോട്ടുകൾ പോയി? അതേപോലെ തന്നെ പിണറായി വിജയൻ
പിണറായി വിജയന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ധാർഷ്ട്യമായിരുന്നു. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കാനൊന്നും ആരും വളർന്നിട്ടില്ല. അല്ല, ഈ ഒരു എം വി ഗോവിന്ദൻ ചിരി തുടങ്ങിയത് നമ്മുടെ പിണറായി വിജയനെ കണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതായത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മാധ്യമങ്ങളെ അപഹസിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അത് ചിരിച്ചു തള്ളുകയായിരുന്നു. അതിനെ മോക്ക് ചെയ്താണ് എം വി ഗോവിന്ദൻ അവിടെ ചിരി തുടങ്ങിയത്. മാധ്യമങ്ങൾക്ക് ഭയമായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഭയന്നാണ് ജീവിച്ചത്. ഒരക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കാൻ ധൈര്യം ഉണ്ടായിരുന്ന ഏത് മാധ്യമ പ്രവർത്തകർ? അതെങ്ങനെ എഴുതി കൊടുക്കുന്ന, അതായത് പാർട്ടി ചാനലുകൾ എഴുതി കൊടുക്കുന്ന 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും, എന്നിട്ട് എഴുന്നേറ്റ് പോകും. അവിടെ മറ്റു ചാനലുകൾക്ക് ഇവിടെ പ്രസക്തി എന്താ ഉള്ളത്? അവിടെ ചോദിക്കാൻ അവിടെ ഗ്യാപ്പ് കൊടുക്കണ്ടേ? 10 വർഷമായിട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ചോദ്യം ചോദിക്കാൻ 10 വർഷം വേണ്ടി വന്നു. 10 വർഷത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിൽ തന്നെയുള്ള ഒരാളാണ് മുഖ്യമന്ത്രി, നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല, CM ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പോകുന്നത് ശരിയല്ല, അങ്ങ് എഴുതി കൊടുത്തുള്ള ചോദ്യങ്ങൾ ചില ആളുകൾ ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറഞ്ഞിട്ട് പോകുന്നത്, ഞങ്ങളും മാധ്യമ പ്രവർത്തകരല്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. ഏത് ചാനലാണ് പോയത്? റിപ്പോർട്ടർ TV പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. റിപ്പോർട്ടർ TVയെ പോലും ആ രീതിയിലേക്ക് കൈരളിക്കാരൻ എഴുതി കൊടുക്കുന്ന വാർത്ത അല്ലെങ്കിൽ ആ കൈരളിക്കാരൻ എഴുതി കൊടുക്കുന്ന ചോദ്യം അതിന് മാത്രം ഉത്തരം പറഞ്ഞിട്ട് പോകും. ബാക്കിയുള്ളവരെല്ലാം കാണികളായിട്ട് വന്ന് കയ്യും കെട്ടി പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഒരു വർഷത്തെ റിപ്പോർട്ടർ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ അത് വലിച്ചു കയറി ദൂരെ കളഞ്ഞിരിക്കാം. അതായിരിക്കും സംഭവിച്ചത്. അത് മറ്റു കാര്യങ്ങൾ പോട്ടെ. ഇത് എല്ലാം തിരഞ്ഞെടുപ്പ് സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആ ഒരു കാര്യങ്ങളാണ് CPIയുടെ ഇതിൽ വരുന്നത്. അതല്ലാതെ ഇതിനു മുമ്പ് ഈ ഒരു 10 വർഷത്തെ ഭരണ സമയത്തുണ്ടായിരുന്ന കുറച്ച് കോലാഹലങ്ങളുണ്ടായിരുന്നു, കുറച്ച് സമരങ്ങളുണ്ടായിരുന്നു. അതായത് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ ഈ ആശാ സമരം. ഈ ആശമാരുടെ സമരത്തിൽ CPM ഈ സമരത്തോട് മുഖം തിരിച്ചപ്പോൾ അതിനു വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഒരു നിലപാടെടുത്തത് CPI ആണ്. അവരുടെ ആ ഒരു ആവശ്യം നിലപാടെടുത്തിട്ട് അല്ല, അതാ പറയുന്നത്, അവരുടെ ആവശ്യവും അത് CPM തള്ളിക്കളയുകയായിരുന്നു. ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ അതിനുള്ള ആർജവം വേണം. ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പോൾ PM ശ്രീയില് ഒപ്പുവെച്ചത് എങ്ങനെയാണ്? മുന്നണി പോലും അറിയാതല്ലേ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അപ്പോൾ വെറുതെ നിലപാട് പറയാൻ വേണ്ടിയിട്ട് സ്വന്തം മുന്നണിയിൽ എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണ്, നിങ്ങളുടെ നിലപാട് എന്താണെങ്കിലും ഞങ്ങൾക്ക് എന്തോ വേണം എന്ന് ചോദിക്കുന്ന രീതിയിലായിരുന്നു CPM മുന്നോട്ട് പോയത്. അല്ല, ഇവരുടെ എതിർപ്പുകളെല്ലാം അടിച്ചമർത്തിയാണ് CPM ഈ ഒരു 10 വർഷം ഈ ഒരു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്ത വില പോലും CPIക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് CPM കൊടുത്തിട്ടില്ല. ഒന്നാലോചിച്ചു, ഏത് വിഷയത്തിലാണ് കൊടുത്തിട്ടുള്ളത്? എല്ലാ വിഷയത്തിലും CPIക്ക് നിലപാടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഏത് നിലപാടാണ് CPM കേട്ടിട്ടുള്ളത്? CPMന് സ്വന്തമായിട്ട് നിലപാടുണ്ടായിരുന്നു. CPMനല്ല, പിണറായി വിജയന് സ്വന്തമായിട്ട് നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുകൾ മാത്രമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടന്നത്. CPIയെ കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തിട്ടുള്ള പരിഗണന പോലും CPIക്ക് ഇന്നേ വരെ കൊടുത്തിട്ടില്ല. ഇത് തന്നെയാണ് CPI തയ്യാറാക്കിയ ആ ഒരു റിവ്യൂ കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. പിണറായി വിജയന്റെ CPIയോടുള്ള സമീപനം, ഈ ഒരു സമീപനം കൊണ്ട് തന്നെ CPIയോട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നവർ പോലും മാറ്റിക്കുത്താൻ അല്ലെങ്കിൽ വോട്ട് മാറ്റിക്കുത്താൻ ഏറ്റവും കാരണം ഇടയായി. അതായത് ഇടത് അനുഭാവികൾക്ക് പോലും ഈ ഒരു പാർട്ടിയോട് താല്പര്യമില്ലാതായി എന്നതാണ് ഈ റിപ്പോർട്ടിലെ മെയിൻ ആയിട്ടുള്ള കോർ പോയിന്റ്.